പെട്ടിയാണ് ഇപ്പോൾ സംസാര വിഷയം, പെട്ടിയാണ് വിവാദം, പെട്ടിയാണ് ചർച്ച അല്ലേ ഏട്ടാ? പെട്ടി എന്ന് പറയുമ്പോൾ മനസ്സിൽ ഫസ്റ്റ് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഉള്ളത് നീലപ്പെട്ടിയാണ്, പക്ഷേ ഇതിപ്പോൾ ബ്രൗൺ പെട്ടിയല്ലേ? അല്ല, നമ്മളങ്ങനെ ബ്രൗൺ ആക്കി എടുത്തതാണ്. അതാണ് നീലപ്പെട്ടിക്ക്. നീല ഭയങ്കര വിവാദമാണ് കേട്ടോ. അതെ തന്നെ, നീലപ്പെട്ടിക്ക് അകത്തിരുന്ന പെട്ടിയായിരിക്കും. അത് തന്നെ, നീലപ്പെട്ടിക്ക് അകത്തിരുന്ന ഒരു പെട്ടിയാണ്. അത് മാത്രമല്ല നീലപ്പെട്ടി ഇപ്പോൾ ഭയങ്കര വിവാദമാണ്, അറിയില്ലേ? അപ്പോൾ എന്താണ് പെട്ടിയെക്കുറിച്ച് ഫസ്റ്റ് മനസ്സിൽ വരുന്നത്? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നീലപ്പെട്ടി, ഇപ്പോൾ വിവാദമായ നീലപ്പെട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ സുരേന്ദ്രൻ വിവാദം അതും ഇതൊക്കെ ആയിട്ട് BJP ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ BJP രക്ഷിച്ചു കൊടുക്കാൻ വേണ്ടി പിണറായി സഖാവ് ഒരു പണി വെച്ചതല്ലേ? ആണോ? അല്ലേ? ആണോ? ആയിരിക്കും, ആയിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ് സാധ്യതയുള്ളൂ. അതിനാണ് സാധ്യത. അതത്രേ. എന്താണ് അശോക് സാറേ, പെട്ടി ഇതാ ഇവിടെ ഇരിക്കുകയാണ്, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് എന്താണ്? എനിക്ക് ശരിക്കും ആ വീഡിയോ കണ്ടിട്ട് ഒരു വകയും മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരുത്ത് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അതിൻ്റെ അകത്ത് കയറുന്നു. ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പണമാണെന്ന്? ഒരുപക്ഷെ കുറച്ച് മുഷിഞ്ഞ തുണികളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അലക്കി തേച്ച കതറായിരിക്കും, നല്ല കതറായിരിക്കും. നവമി, പെട്ടി മനസ്സിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്താണ്? ഇപ്പൊ പെട്ടി വെക്കുമ്പോ പണമാണ് മനസ്സിൽ വരുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഈ പെട്ടിക്കകത്ത് കാര്യമായിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. പെട്ടി വിവാദമൊക്കെ അറിയുന്നുണ്ടോ? ഉണ്ട്. അതിനെ കുറിച്ച് പറയാനുള്ളത് അതൊരു തരം റെയ്ഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അതൊരു തരം നാടകമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, പെട്ടെന്ന് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ പെട്ടിയെക്കുറിച്ച് അധികം വാചാരയാകാനായിട്ട് അക്ഷയ, പെട്ടിയെക്കുറിച്ച് പറയാനായിട്ട് ഒരു സിനിമാ സ്നേഹിതയാണ് അക്ഷയ എന്ന് എനിക്കറിയാം. സിനിമ കൊണ്ട് അമ്മാനെ മാടുന്ന ആളാണ്. അപ്പോൾ എന്താണ് പെട്ടിയെക്കുറിച്ച് ഫസ്റ്റ് പറയാനുള്ളത്? എനിക്കിത് ഊട്ടിയിൽ 1 ലക്ഷം രൂപ കൊണ്ട് വന്നു 009 പെട്ടിയാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ആ പെട്ടിയും തന്നേക്കാൻ വെച്ച് എനിക്ക് എത്ര തോന്നുള്ളൂ. ജോൺ ഹോനായി, ഒന്നേ ജോൺ ഹോനായി, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ടുവന്ന പെട്ടി. അതാണ് ഈ പാലക്കാട് കൊണ്ടുവന്ന പെട്ടിയിൽ എന്താണെന്നാണ് തോന്നുന്നത്? എല്ലാം തുണിയായിരിക്കും. ഇനിയിപ്പോൾ മാറ്റിയാലും മതി, അല്ലെങ്കിൽ മറ്റേ ADM-ന്റെ കേസ് മറയ്ക്കാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണെങ്കിലും മതി. അപ്പം അങ്ങനെയാണല്ലോ ചർച്ചകളൊക്കെ നടന്നു പോകുന്നത്. വിവാദം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുതന്നെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ സക്സസ് ആയിട്ട് 2 ദിവസമായിട്ട് ഇപ്പം ചർച്ചയായിട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെ മറയ്ക്കാൻ കൊണ്ടുവന്നൊരു കേസും ആവാം അത്. മേഘ, ഈ പെട്ടി ചർച്ചയാവുകയാണ്, വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഞാൻ ഇവരുടെയൊക്കെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പെട്ടി കാണുമ്പോൾ മനസ്സിൽ ആദ്യം തോന്നുന്ന കാര്യം എന്താണ്? പെട്ടി കാണുമ്പോൾ ഓർമ്മ വരുന്നത്, പെട്ടി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ആൾക്കാരെ കഷ്ണം കഷ്ണമായി മുറിച്ച് കൊന്ന്. എന്ത് ക്രൂരയാണ് മേഘ. അത്രയൊന്നും കോൺഗ്രസ്സുകാർ ചെയ്തില്ലല്ലോ. അതൊരു വലിയ സംഭവമാണ്. കുറേ വെട്ടൊന്നും വെട്ടിയിട്ടില്ല. കുറേ തുണികളാണ് എന്നാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുണികളാണെന്നാണല്ലോ പറയുന്നത്. അതിനെയും ആൾക്കാർ പുച്ഛിക്കുന്നു. ഫാഷൻ സെൻസ് ഉള്ള ആൾക്കാരോട് എല്ലാവർക്കും പുച്ഛമാണ്. അല്ല, പണമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഏറെയും പറഞ്ഞു, ആർഷോ പറഞ്ഞു, BJP-യുടെ നേതാക്കളെല്ലാം പറയുന്നു, സ്ഥാനാർത്ഥികളും പറയുന്നു. എന്താണ്? ആരും കണ്ടിട്ടില്ലല്ലോ. കാണാത്തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നത്? ഇതിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന ഒരാളുണ്ട് നമുക്കിടയിൽ. കൃത്യമായിട്ട് മറുപടി പറയും. എല്ലാവർക്കും എന്നെ മതി. അതെ, എന്താണ് ആതിര, പെട്ടി എന്ന് പറയുമ്പോൾ മനസ്സിൽ തോന്നുന്നത്? നമ്മൾ ഇത്രയും കൂലങ്കഷമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. കേരളം കത്തുന്ന വിഷയമൊന്നുമല്ല ഇതിപ്പം. തെരഞ്ഞെടുപ്പായിട്ട് ചുമ്മാ എടുത്തിട്ടതായിരിക്കും. പെട്ടിക്കകത്ത് വല്ലോ അലുവയോ മത്തിക്കറിയോ വല്ലോ എന്തെങ്കിലും പാത്രങ്ങളോ ഡ്രസ്സോ അങ്ങനെയൊക്കെ ആവാനേ വഴിയുള്ളൂ. നമ്മളതിപ്പോൾ വിട്ടാൽ മതി. അല്ലാതെ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. അല്ല, ഈ വിവാദമാവുകയാണ് ഇപ്പോൾ. പെട്ടി വലിയ രീതിയിൽ വിവാദമാണ്. ഈ പെട്ടിയിൽ കൊണ്ടുവന്ന പണമാണെന്ന് പറയുന്നു. അതിനെ തുടർന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ വരുന്നു. ഭയങ്കര ചർച്ച, മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയാണ്. അപ്പോൾ ഈ ഒരു നീലപ്പെട്ടിയാണ് സാധാരണ അവിടെ കൊണ്ടുവന്നത്. അത് വിവാദമാണ് നമ്മൾ ചുവപ്പാക്കിയത്, ബ്രൗൺ കളർ ആക്കിയത്. അപ്പോൾ എന്താണ് അവിടുത്തെ ആ വിവാദത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിപ്പോൾ ഈ പാതിര റെയ്ഡും മറ്റേ സ്ത്രീകളുടെ മുറിയിലൊക്കെ കയറി പരിശോധനയൊക്കെ ഭയങ്കര മോശമാണ്. പിന്നെ ഇതൊരു വിവാദം മാത്രമായിട്ട് കണ്ടാൽ മതി. ഇപ്പം തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടുള്ളൊരു വിവാദമായിരിക്കും, അല്ലാതെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലേട്ടന് വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഈ പെട്ടിയെക്കുറിച്ച്? വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള അഭിപ്രായം? അല്ല, ഇവന്മാരിപ്പോൾ ഈ പെട്ടിയും കൊണ്ട് നടക്കുന്നത്, പണം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. BJP-ക്കാർ കൊടുത്തു, ഇപ്പോൾ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നു. എന്തായാലും യവന്മാരെ കാശുണ്ട് ആരുടെയല്ലോ. ഇത് ആരുടെ പെട്ടിക്കകത്താണ് പൈസ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഞാൻ വേറൊരു ഡൗട്ടോട് ചോദിച്ചോട്ടെ. ഈ ഇത്രയും ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, മുമ്പ് പെരിന്തൽമണ്ണയിൽ മത്സരിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ഹോട്ടൽ കൂടിയാണ്. അങ്ങനെയുള്ള ആ ഹോട്ടലിലേക്ക് ഇവർ ഈ ബുദ്ധിശൂന്യമായിട്ട് ഈ പെട്ടിയും കൊണ്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ?
കോൺഗ്രസ്സുകാർ പൊതുവേ ബുദ്ധിയില്ലാത്ത പരിപാടികളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരത് ചെയ്യും. അവർക്ക് അങ്ങനെ ബോധമില്ലല്ലോ. മേഘ അങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ആലേട്ടൻ്റെ ആ ഒരു അഭിപ്രായത്തോട് ചോദിക്കുന്നുണ്ടോ? ശരി, എനിക്ക് അതിലും മനസ്സിലാവാത്ത കാര്യം അതാണ്. കോൺഗ്രസ്സുകാരുടെ കയ്യിൽ പൈസ ഉണ്ടോ അതിന്? ഇങ്ങനെ ഇറക്കാൻ പെട്ടിയിലൊക്കെ ഇറക്കാൻ വേണ്ടി പൈസ ഉണ്ടെങ്കിൽ അവരെപ്പോഴും ജയിച്ചേനെ. എനിക്ക് തോന്നുന്നില്ല പൈസയാണെന്ന്. അക്ഷയ്ക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു അഭിപ്രായത്തോട് ചോദിക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടി കാശുണ്ടായാലും പിടിക്കാത്തതിൽ സന്തോഷമുണ്ട് എനിക്ക്. അല്ല, പിടിച്ചിരുന്നെങ്കിൽ നമുക്കതൊരു വാർത്തയല്ലേ നാമി? വലിയ വാർത്തയായി മാറില്ലായിരുന്നു. പിന്നെ വാർത്തയായിട്ട് മാറും. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ BJP CPM കൂടെ ആണ് ഒത്തുകളിച്ചാണെന്നാണല്ലോ പറയുന്നത്. BJPക്ക് ഇപ്പം ഇതിനകത്ത് മറ്റേ കൊടകരയൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് BJPക്ക് ഇപ്പം എന്താ ഇതിനകത്ത് അവരാകെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതും നമ്മളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലേട്ടാ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. ഇപ്പോൾ പെട്ടിക്കകത്തൊന്നും ഇല്ലെന്നാണ് പൊതുവെ എല്ലാവർക്കും മനസ്സിലായി. തീർച്ചയായും ഈ പെട്ടിക്കകത്തൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പൈസ കൊണ്ടുവന്നൊന്നുമല്ല. ഇത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഏതായാലും എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വ്യക്തമാക്കുകയാണ്. പെട്ടി വിവാദമാകുന്ന സാഹചര്യത്തിൽ പെട്ടിക്കഥ അതൊരു വെറും നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്ന പോലെ ഒരു പെട്ടിക്കഥ തന്നെ ആയി മാറുമോ എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഈ പെട്ടികൾ. നീലപ്പെട്ടിയാണ് അവിടെ ചർച്ചയെങ്കിൽ കൗമുദിയിൽ ഈ ബ്രൗൺ പെട്ടിയാണ് ചർച്ചയാവുന്നത്. കൗമുദിയുടെ ഈ അംഗങ്ങൾക്കൊപ്പം ക്യാമറമാനൊപ്പം കുഞ്ചു മുരളി.